Hey guys, this is Best Carpix. മഹീന്ദ്ര Thar Rocks ഇറക്കിയിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷത്തിനടുത്തായി ആൻഡ് വണ്ടിക്ക് അത്യാവശ്യം നല്ല സെയിലും കിട്ടുന്നുണ്ട്. കഴിഞ്ഞതിന് മുന്നത്തെ വർഷത്തെ നല്ലൊരു ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയും ഇത് തന്നെയായിരുന്നു മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം. സ്കോർപിയോനാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. പക്ഷേ എന്നാലും Thar സീരീസിൽ വരുന്ന 3 ഡോറും 5 ഡോറും അതായത് റോക്സും അത്ര മോശമൊന്നുമല്ല. എന്തായാലും ഈ വർഷം സ്റ്റാർട്ടിങ് ആയപ്പോഴേക്കും ഇവർക്ക് കുറച്ചും കൂടെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു Thar Rocks ഇറക്കണമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് നമ്മുടെ സ്റ്റാർ എഡിഷൻ Thar Rocks വരുന്നത്. റോക്ക് സ്റ്റാർ എന്നുള്ളൊരു തീമൊക്കെ വെച്ചിട്ടാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും ഡിസൈൻ വൈസ് ഒരുപാട് ചേഞ്ചസ് ഇല്ല, പക്ഷെ എന്നാലും വളരെ സട്ടിലായിട്ടുള്ള നല്ല ചേഞ്ചസ് ഉണ്ട്. മെയിനായിട്ട് അവർ കൂടുതലും വാല്യൂ ഫോർ മണി ആക്കാനാണ് നോക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ LED ഹെഡ് ലാംപ്സ് ഉണ്ട്, DRLs ഉണ്ട്. അതിന് പുറമെ നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഡോട്ട് ഫ്രണ്ട് ഗ്രില്ലും കിട്ടുന്നുണ്ട്. നോർമൽ താറിൽ അതായത് 3 ഡോറിൻ്റെ അകത്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് പോർഷൻ ബ്ലാക്ക് ഡോട്ട് ആയിരുന്നു. ഇത് പക്ഷേ ഫുൾ എൻ്റയർ ആ ഒരു ഏരിയ മൊത്തം അവർ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അതല്ലാതെ ബമ്പറൊക്കെ ഓൾറെഡി ബ്ലാക്ക് ആണ് നമുക്കറിയാം. പിന്നെ അതല്ലാതെ സിൽവർ സ്കിറ്റ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ലുക്കാണ്. ആൾക്കാർ ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ കളറും അതുപോലെ ഇതിനകത്ത് നമുക്ക് വേറെ 3 കളറും കൂടെ കിട്ടുന്നുണ്ട്. നമ്മുടെ മഞ്ഞയും അതുപോലെ തന്നെ ഈ വൈറ്റ് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നന്നായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ റെഡ് കളർ അവൈലബിൾ ആണ്, പിന്നെ ഓൾ ബ്ലാക്ക് കളർ അവൈലബിൾ ആണ്. ഓൾ ബ്ലാക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ബ്ലാക്ക് ഗ്രില്ലിൻ്റെ ഗുണം കിട്ടില്ല. കൈൻഡ് ഓഫ് റോക്സിൻ്റെ ഒരു ബ്ലാക്ക് എഡിഷനോ ഒരു ഡാർക്ക് എഡിഷനും വേണമെങ്കിൽ പറയാം. കാരണം ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന അലോയ്സ് സെയിം ആണ്, 19 ഇഞ്ച് തന്നെയാണ്. പക്ഷെ അതും അവർ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഓൾ ബ്ലാക്കിൽ കാണാനും വലിയ കുഴപ്പമില്ല. അത്യാവശ്യം ഒരു അതായത് മറ്റേ നമുക്ക് ഡുവൽ ടോൺ ആണല്ലോ വരുന്നത്, ഡയമണ്ട് കട്ട് ഫിനിഷ്. ഇത് പക്ഷേ അങ്ങനെയല്ല, ജസ്റ്റ് ഒരു പ്ലെയിൻ ബ്ലാക്ക് ലുക്കാണ്. ഇനി ഇത് നോർമൽ റോക്സ് അല്ല, സ്റ്റാർ എഡിഷൻ ആണെന്ന് മനസ്സിലാക്കാൻ അവർ കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചസിൻ്റെ കൂടെ തന്നെ സൈഡിലായിട്ട് സ്റ്റാർ EDN ഓർ സ്റ്റാർ എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാഡ്ജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. സൈഡ് ഡിസൈൻ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ അവിടെ അങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നും പറയാനില്ല. അതർ ദാൻ നമ്മുടെ അലോയ്സ് കളർ പിന്നെയും ബാക്കിൽ മൗണ്ട് ചെയ്ത് വരുന്ന ബ്ലാക്ക് ആയിട്ടുണ്ട്. അതിന് വേറെ കവറിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. സാധാരണ ഒരു റോക്സ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഒരു കവറിംഗ് കൊടുക്കില്ല സ്പെയർ വീലിന്. ഇത് പക്ഷേ അഗെയിൻ മൊത്തം ബ്ലാക്ക് ആണ്. പിന്നെ നമുക്ക് റിയർ വൈപ്പർ സാധനങ്ങൾ അങ്ങനത്തെ അതെല്ലാം കിട്ടുന്നുണ്ട്. ആൻഡ് ഇത് ഹാർഡ് ടോപ്പ് മോഡൽ മാത്രമേ അഗെയിൻ വരുന്നുള്ളൂ. അത് നമുക്ക് ഓൾറെഡി അറിയാം. Thar Rocks ഓഫ് കോഴ്സ് ഹാർഡ് ടോപ്പിൽ മാത്രമേ വരുന്നുള്ളൂ. അടുത്തൊരു മേജർ ചേഞ്ച് വരുന്ന ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലാണ്. എല്ലാവരും റോക്സ് ആദ്യം ഇറക്കിയപ്പോൾ വൈറ്റ് ഇൻറ്റീരിയർ കൊടുത്തു, പെട്ടെന്ന് ചെളിയാവും, സീറ്റൊക്കെ അത് ഇപ്പം ചെളിയായി കഴിഞ്ഞു എന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കണ്ടിട്ട് മഹീന്ദ്ര ഇൻറ്റീരിയർ അതായത് സീറ്റ് ഗ്രേ ആക്കി. ഇനിയിപ്പോൾ അതും പോരാതെ സ്റ്റാർ എഡിഷനിൽ നമുക്ക് ഫുൾ ബ്ലാക്ക് തീമിലുള്ള സീറ്റ്സ് ആണ് കിട്ടുന്നത്. സീറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഡാഷ്ബോർഡിലൊക്കെ കുറേ ബ്ലാക്ക് ലെതർ മെറ്റീരിയൽസ് അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ റൂഫ് ലൈനർ സാധനങ്ങളൊക്കെ ഇപ്പോഴും വൈറ്റ് തന്നെയാണ്. പക്ഷേ അത് കുഴപ്പമില്ല, കാരണം മെയിൻ നമ്മുടെ ചെളിയാവുന്ന പോർഷൻസ് എല്ലാം അവരിപ്പോൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ആ സംഭവം പറഞ്ഞ് നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആംറസ്റ്റ് ആയിക്കോട്ടെ, കപ്പ് ഹോൾഡേഴ്സ്, നടുവിലത്തെ സെൻറ്റർ കൺസോൾ എല്ലാം ബ്ലാക്ക് ആണ് ഇതിനകത്ത് വരുന്നത്. ഇനി ഈ മോഡൽ വാല്യൂ ഫോർ മണി ആണെന്ന് പറയാൻ കാരണം ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് 10.25 ഇഞ്ചസിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റ് അതൊക്കെ വരുന്നുണ്ട്. അതുപോലെ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റ്സ് കിട്ടുന്നുണ്ട്, വയർലെസ് ചാർജർ ഉണ്ട്, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വരുന്നുണ്ട്, ഓട്ടോ ഡിമിങ് എയർ വ്യൂംസ് ഉണ്ട്, പിന്നെ നമ്മുടെ ഡ്യുവൽ സോൺ ഓട്ടോ AC വരുന്നുണ്ട്, അതുപോലെ പാനോറാമിക് വലിയ സൺറൂഫ് വരുന്നുണ്ട്. പിന്നെന്താ ഉള്ളത്, അങ്ങനെ ആവശ്യത്തിൽ ഈവൻ 360 ക്യാമറ ആയിക്കോട്ടെ, എഡാസ് ഒഴികെ ബാക്കി നമുക്ക് ആവശ്യമുള്ള ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിക്കകത്തുണ്ട് എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന സംഭവം. ഇനിയിപ്പോൾ സേഫ്റ്റി എടുക്കുകയാണെങ്കിലും ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, 6 എയർ ബാഗ്സ്, ABS, TBD, പിന്നെ നമ്മുടെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ആ വക സാധനങ്ങളും ഇതിനകത്തെല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഓൾറെഡി 5 സ്റ്റാർ സേഫ്റ്റി റേറ്റഡ് വണ്ടിയാണല്ലോ, അതുകൊണ്ട് അതും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഫുള്ള് ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റ് വേണമെങ്കിൽ ഇത് വായിച്ചാൽ മതി. ഇതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എഞ്ചിൻ ഓപ്ഷൻസ് അതുപോലെ പവർ ടോൺ ഓപ്ഷൻസ് അതിലേക്കൊക്കെ കിടക്കാം. ഇതിനകത്ത് 2 എഞ്ചിൻസ് അവർ കൊടുക്കുന്നുണ്ട്, 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനും 2 ലിറ്റർ പെട്രോൾ എഞ്ചിനും. പെട്രോൾ എഞ്ചിൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി മാത്രമേ കിട്ടുന്നുള്ളൂ. അത് മാനുവലിൽ ഇറക്കിയിരുന്നെങ്കിൽ അവർക്ക് വേണമെങ്കിൽ 50,000 രൂപയും കൂടെ പ്രൈസ് കുറച്ച് കാണിക്കായിരുന്നു. എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തതെന്ന് അറിയില്ല. പക്ഷേ ഏതായാലും ഡീസൽ നമുക്ക് രണ്ടും, അതായത് മാനുവൽ ഓട്ടോമാറ്റിക് 6 സ്പീഡാണ് രണ്ടും വരുന്നത്. 2 ഓപ്ഷൻസും അവർ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് എടുക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല അഗ്രസീവ് ആയിട്ടുള്ള പ്രൈസിംഗ് ആണ്. ഓൾമോസ്റ്റ് ടോപ്പ് ആൻഡ് ബേസ്ഡ് ആണ് എന്ന് തന്നെ പറയാം. പക്ഷേ അതിനേക്കാൾ താഴത്താണ് എൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. 16.85 lakhs ആണ് ഡീസൽ മാനുവലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 18.35 lakhs ആണ് മാക്സിമം പോകുന്നത്. ഇനിയിപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക് 17.85 lakhsലാണ് അവർ ഇറക്കിയിരിക്കുന്നത്. ഈ 16.85 lakhs എന്ന് പറയുമ്പോൾ ഓൺ റോഡ് നമുക്ക് ഏകദേശം ഒരു 21 ലക്ഷം രൂപയ്ക്ക് താഴത്തായിട്ടൊക്കെ വണ്ടി കിട്ടും. ആൻഡ് ആ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പ് എൻഡ് ക്രെറ്റ ഓർ ഈവൻ സിയറ വരെ ടോപ്പ് എൻഡ് 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോകും. ക്രെറ്റ ആണെങ്കിലും ടോപ്പ് എൻഡ് 24 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് പോകുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണിത്. കാരണം ആവശ്യത്തിനുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതിനേക്കാളൊക്കെ വലിയ എഞ്ചിൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഈ ഡീസൽ എടുത്തു കഴിഞ്ഞാൽ മൈലേജിൽ നിങ്ങൾക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പെട്രോൾ എടുത്താൽ ഡെഫിനറ്റ്ലി മൈലേജ് നമുക്കൊരു വലിയ പ്രശ്നമാണ്. കാരണം ഇത്രയും വലിയ എഞ്ചിൻ ആയതുകൊണ്ടും 200 bhp ഉള്ളതുകൊണ്ടും അതൊരു ഇതായിട്ട് വരും. പക്ഷേ ഡീസൽ ഈവൻ തോ നമുക്ക് 170 bhp അടുത്ത് പവർ കിട്ടുന്നുണ്ടെങ്കിലും മൈലേജിൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല. നമുക്ക് 10 മുകളിലൊക്കെ എന്തായാലും കിട്ടും. പിന്നെ 1.5 ലിറ്റർ എഞ്ചിൻസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഡീസൽ മൈലേജ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. 15 മുകളിലൊന്നും അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് സിറ്റി ഡ്രൈവിന് കിട്ടില്ല. പക്ഷേ ഹൈവേയിൽ പോയി കഴിഞ്ഞാൽ അതും ആക്ച്വലി 15 മുകളിൽ പോസിബിൾ ആണ്. എനിവേ ഗൈസ്, എന്താണ് നിങ്ങൾക്ക് ഈ ഒരു പുതിയ Thar Rocksൻ്റെ സ്റ്റാർ എഡിഷനെ പറ്റി പറയാനുള്ളത് താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ആണ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.